നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ജലോത്സവ പ്രേമികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് കാരിച്ചാൽ. ജലചക്രവർത്തിയായി അറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടനാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് വരെ കടന്നതും കാരിച്ചാൽ തന്നെ. ലാലേട്ടനെ പോലെ ഇടത്തോട്ടൊരു ചെരിവുള്ള അവനെ താരരാജാവിനോടും ഉപമിക്കാറുണ്ട്. ഇടം തോള് ചരിച്ച് മലയാള സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന താരരാജാവ് മോഹൻലാലാണെങ്കിൽ ജലോത്സവ പ്രേമികൾക്കിടയിൽ ജലരാജാവ് അവനാണ്. പ്രതിനായകനായി എത്തി ലാലേട്ടൻ അബ്രപാളികൾ കീഴടക്കിയതുപോലെ വില്ലൻ വേഷമണിഞ്ഞ് അമരമൊന്ന് ചിരിച്ച് ആദ്യ മത്സരത്തിൽ തന്നെ കായലിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഊളിയിട്ടവൻ. മത്സരവള്ളംകളിക്ക് ചേർന്നവനല്ല എന്ന വിധി എഴുതിയവരെ കൊണ്ട് തന്നെ ആർപ്പുളിപ്പിച്ച കാരിരുമ്പിൻ്റെ കരുത്തുള്ള പോരാളി കാരിച്ചാൽ. ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ. ആയിരത്തി 1971 ആദ്യമായി നെഹ്റു ട്രോഫിക്കിറങ്ങിയ പുത്തൻ ചുണ്ടൻ പാതി വഴിയിൽ മുങ്ങിത്താഴുന്നു. ഇനിയൊരു തിരിച്ചുവരവ് അവനില്ല എന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ കാലം കാത്തുവച്ച കർമ്മനീതി പോലെ 74 കപ്പുയർത്തിയ അവൻ വിമർശകർക്ക് മറുപടി നൽകി. വിധി പോലും തോറ്റു തല താഴ്ത്തിയ നിമിഷം അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് കണ്ടത് കായലിൻ്റെ ഓളങ്ങളെ ഭേദിച്ചുള്ള അവൻ്റെ തേരോട്ടം. തോറ്റുപോയിടത്തു നിന്നും വിമർശകരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച പോരാട്ടത്തിൻ്റെ നാളുകൾ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വീരൻ. ഒടുവിൽ കാലം അവനെ വിളിച്ചു ജലചക്രവർത്തി. ഈ വള്ളം സ്പീഡ് എടുക്കുമ്പോൾ ആ സ്പീഡിനനുസരിച്ച് അതിൻ്റെ വേഗത കിട്ടാൻ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചരിഞ്ഞു കൊടുക്കും. ആ തുഴച്ചിലിൻ്റെ അനുസരിച്ച് വേഗത വരുമ്പോഴേ വള്ളം നൂരത്തുള്ളൂ. മോഹൻലാലും ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നു, ഇവനും ചരിഞ്ഞ് കിടക്കത്തുള്ളൂ. കാരിച്ചാൽ ചുണ്ടനും മോഹൻലാലിനുമായിട്ട് ഉപമിക്കുന്നുമുണ്ട്. ആ കരുത്തിന് മുന്നിൽ ആ ട്രോഫിക്ക് പോലും പ്രണയം തോന്നിയിരിക്കാം. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി അവനെ തേടിയെത്തിയത് ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാണ്. അവനങ്ങനെ കുതിച്ചു പായുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾ പോലും അവന് മുന്നിൽ നിന്ന് പേടിച്ച് വഴിമാറിയിട്ടുണ്ടാകണം. സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തി ഒരിക്കൽ കൂടി ഫിനിഷിംഗ് വരെ കടന്ന വീണ്ടും ഒരു റെക്കോർഡ് കുറിക്കുവാൻ അവനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? KGF അടക്കി വാണത് റോക്കിയാണെങ്കിൽ നെഹ്റു ട്രോഫി അടക്കി വാണത് അവൻ മാത്രമാണ്. കാരിച്ചാൽ ചുണ്ടൻ സിൻസ് 1971. നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് ഒരാവേശമാണെങ്കിൽ കാരിച്ചാൽ എന്നത് ഒരു വികാരമാണ്. മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന പോലെ ജലോത്സവ ലോകത്തിന് അവനാണ് ഹീറോ. അവൻ മാത്രമാണ് ചക്രവർത്തിയും. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.